അല്ലിക്ക് ദൈവത്തെ വിശ്വാസമായിരുന്നോ ചെറിയമ്മേ? ഓർമ്മ വച്ച കാലം മുതല് അവള് നിരന്തരം കേട്ടിരുന്നത് മഹാദേവന്റെ കഥകളായിരുന്നു. എന്നാൽ അവൾ ഏറെ ആകൃഷ്ടയായത് ശിവപാർവതി പ്രണയകാണ്ഡത്തിലും. അങ്ങനെ മഹാദേവനെ പോലെ പ്രണയത്തെ അമൃതായി കാണാൻ കഴിയുന്ന ഒരു ഹൃദയത്തിനു വേണ്ടി അന്നു മുതൽ അവള് കാത്തിരിപ്പ് ആരംഭിച്ചു. രാവും പകലും ഒരു ചോദ്യചിഹ്നത്തോടെ അവളെ തഴുകി മറന്നു. പല മുഖങ്ങളും അവൾക്ക് മുന്നിലൂടെ കടന്നുപോയി. ഒടുവിൽ അവൾ ആ പ്രണയത്തെ കണ്ടെത്തിയത് അവിടെ നിന്നുമായിരുന്നു. ശ്രീകോവിലിനുള്ളിൽ മഹാദേവനായി പൂജ സമർപ്പിക്കുന്ന നമ്പിയിൽ നിന്നും. ആ പ്രണയം വളരെയധികം കാലം നീണ്ടുനിന്നു. അല്ലിയുടെ പ്രണയമറിഞ്ഞ കാർവേണി എന്തെന്നില്ലാത്ത ഒരു മനക്ലേശത്തോടെയാണെങ്കിലും അല്ലിയെ നമ്പിക്ക് കൈപിടിച്ചു നൽകി. പക്ഷേ പിന്നീടാണ് കാർവേണി മഹാദേവൻ അവൾക്കായി നൽകിയ ആ സൂചന എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കിയത്. നമ്പി ഏക സ്ത്രീ പുരുഷനായിരുന്നില്ല. കാരണം അവന്റെ ലക്ഷ്യം എന്നും സ്വർണവും പണവും മാത്രമാണ്. അതിനായി അവൻ ബലി നൽകിയ സ്ത്രീജന്മങ്ങളിൽ കാർവേണിയുടെ സഹോദരീപുത്രിയും ഉണ്ടായിരുന്നു. സൗമ്യയായ സ്ത്രീരൂപത്തിൽ നിന്നും നീലി എന്ന രക്ഷസിലേക്കുള്ള യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്.